ഈ ഇപ്പോ എന്താ പറയാ മൂവിയിലെ ആക്ട്രസ് അവരോടൊക്കെ ക്രഷ് പറഞ്ഞു. ഇതൊന്നും അല്ലാണ്ട് ശരിക്ക് റിയൽ ലൈഫിൽ വേറെ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പേര് തോന്നിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേരോട് പറഞ്ഞിട്ടുമുണ്ട്. എല്ലാം വൺ സൈഡ് ലവ്. വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു. അപ്പോ എല്ലാം എനിക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ അങ്ങോട്ട് കയറിയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? എനിക്ക് എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്? എത്ര ഏകദേശം എത്ര കണക്കുണ്ടാവും? ഒരു 19 പേരോട് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ അല്ലേ? 50 പേരെടുത്ത് പറഞ്ഞിട്ടും ഒരാൾ പോലും അക്സെപ്റ്റ് ചെയ്തില്ല. എല്ലാവരും ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് എനിക്ക് തിരിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരാൾ പോലും എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് എന്താ കാരണം? ഞാൻ വലിയ ഗ്ലാമർ ഒന്നും ഇല്ല, അതുകൊണ്ടായിരിക്കും. ഗ്ലാമർ ആണോ ശരിക്കും ഇഷ്ടപ്പെടേണ്ടതിന്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്? ഗ്ലാമർ ഫാക്ടർ തന്നെയാണ്. ഭംഗി ഉണ്ടെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടും. പൗരസ്ത്വം അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. ഒരു പക്ഷേ ഈ സൗന്ദര്യം എല്ലാവരും പറയും ആണുങ്ങൾക്ക് ലവും ആണുങ്ങൾക്ക് ലസ്റ്റും പെണ്ണുങ്ങൾക്ക് ലവാണ്. പെണ്ണുങ്ങൾക്കും അട്രാക്ഷൻ തന്നെയാണ്. പണ്ട് മമ്മൂട്ടിയായിരുന്നു, ജയനായിരുന്നു, അതിന് പിന്നെ മമ്മൂട്ടി, പിന്നെ പൃഥ്വിരാജ്, ഇപ്പൊ ടോവിനോ. പെണ്ണുങ്ങൾക്ക് അത് തന്നെയാണ്. ഒരു പക്ഷേ ഇവരെ പോലെ താങ്കളും ഒരു ഫിലിം സ്റ്റാർ ആയിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ക്രഷ് വരുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? അല്ല, എന്നെ ആ രീതിയിലൊന്നുമില്ല. ഇപ്പൊ പൃഥ്വിരാജ് പോകുമ്പോൾ പെണ്ണുങ്ങൾ കാണുകയുള്ളൂന്നല്ല എന്നെ കാണണം. എനിക്കൊരു കോമാളി ഇമേജ്, എനിക്ക് പലതരത്തിലുള്ള കോമാളി ഇമേജാണ്. അത് മാറ്റണം തോന്നിയിട്ടുണ്ടോ? ഈ ഒരു ഇമേജ് മാറ്റണമെന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ മാറാൻ തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ പറയാണ്, നമുക്ക് ഒരു ടൈം ട്രാവൽ കിട്ടിയെന്ന് വിചാരിക്കാം. ആ സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ നെഗറ്റീവ് ഇമേജ് ഒക്കെ മാറ്റിയിട്ട് വീണ്ടും പുതുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ? ജയിലിൽ പോയി വന്നപ്പോൾ രണ്ടാമത്തെ ഒരു ഫേസിലേക്ക് പോയി. ഞാൻ ആദ്യം വൈറലായപ്പോൾ എൻ്റെ ഫാദർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ആൾക്കാർക്ക് വേണ്ട, നമ്മൾ പോസിറ്റീവ് കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും വേണ്ട. നല്ല കാര്യം പറഞ്ഞാലും നല്ല കാര്യം കാണിച്ചാൽ ആർക്കും വേണ്ട. എല്ലാവർക്കും വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. നിങ്ങൾ വൈറലാവുന്ന സമയത്ത് അച്ഛൻ ജീവനോടെ ഉണ്ടല്ലോ, ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ മകനെ ഫേമസ്? വയലായ ശേഷം ആ പുള്ളിക്ക് അറിയായിരുന്നു. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ? പുള്ളി ഞാൻ ഫെബ്രുവരി 18 വൈറലായത്. ഫാദർ മരിച്ചത് മാർച്ച് 30. പുള്ളി ഒരിക്കൽ ഉറങ്ങണ രാത്രി എണീറ്റ് പറഞ്ഞു അവനെ ആരും തല്ലിയെന്ന് പറഞ്ഞു. ആ തല്ലിൽ കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഫാദർ മരിച്ച് പിന്നീട് വിത്തിൻ സെക്കൻഡ്സ് ഒരു ടീമിനെ അറ്റാക്ക് ചെയ്തതാണ്. പുള്ളി അന്നേ നേരത്തെ മുൻകൂട്ടി കണ്ടു. അച്ഛൻ അതായത് നേരത്തെ മകൻ ഇങ്ങനെ രാത്രി പുള്ളിയെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ മോനെ നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ? വൈറലായപ്പോൾ പുള്ളിയെ ഹെൽത്ത് പ്രോബ്ലംസ് ആയിരുന്നു, നന്നായി സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്തായിരുന്നു നിങ്ങളെ കുറിച്ച്? ഏറ്റവും വലിയ ഡ്രീം എന്തായിരുന്നു അച്ഛൻ്റെ നിങ്ങളെ കുറിച്ചിട്ട്? ഞാൻ ഡോക്ടർ ആവുക, അങ്ങനെയൊക്കെ അക്കാഡമി ലൈനിൽ പോകാൻ താല്പര്യപ്പെട്ടു. എന്തു പറ്റി എന്നിട്ട് അച്ഛൻ്റെ ആ ഒരു ഇഷ്ടത്തിലോട്ട് ഫോളോ ചെയ്തു? പുള്ളി വളരെ ബ്രോഡ് മൈൻഡർ ആയിരുന്നു. പുള്ളി സിനിമയിലും കാണില്ലെങ്കിൽ എനിക്ക് സിനിമ രൂപയിൽ തരികയായിരുന്നു. എനിക്ക് ഫിലോസഫി സിനിമയിൽ വേൾഡ് സിനിമയിൽ PhD ചെയ്യാൻ പറഞ്ഞാൽ വളരെ ബ്രോഡ് മൈൻഡർ ആളായിരുന്നു. പക്ഷേ അക്കാഡമിയിൽ പോകണമെന്നാണ് ആഗ്രഹിച്ചത്. എൻ്റെ ഫാമിലി അങ്ങനത്തെ ഫാമിലിയാണ്. എന്ത് പറ്റി? അതായത് എഞ്ചിനീയറിംഗ് അക്കാഡമിക് തന്നെയാണ്, രണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നു. കാരണം നമ്മളിപ്പോൾ ഞാൻ ഒരു എഞ്ചിനീയറോ ഒരു ഫിലോസഫറോ ഒന്നും വലിയ ഫേമസ് അല്ല. ഫേമസ് ആണെങ്കിൽ ഇങ്ങനത്തെ ലൈനിലാണ് പോകണം. ഇപ്പോൾ PhD കംപ്ലീറ്റ് ചെയ്തോ? PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും വരുമാനം എന്താണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, 50,000 അടുത്ത സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ യൂട്യൂബ് ഫേസ്ബുക്കിൽ കാശ് ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ SSL ഉണ്ട്. ഫിനാൻഷ്യലി കുഴപ്പമില്ല. ഫിനാൻഷ്യലി കുഴപ്പമില്ല പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതല്ല ഈ വീട്ടുകാരുണ്ടാക്കിയിട്ട സ്വത്ത് ഒക്കെ ഉണ്ട്. അല്ല, അതല്ലേ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു 50,000 എൻ്റെ സ്കോളർഷിപ്പ്, 30,000 ഞാൻ യൂട്യൂബ് ഫേസ്ബുക്കിൽ, 80,000 ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പെർ മന്ത്. അപ്പോൾ അതുകൊണ്ടാണോ അങ്ങനെ വേറെ ജോലിക്കൊന്നും പോവാതെ? അല്ലെങ്കിൽ ഒരു അല്ല, എനിക്കിപ്പോൾ ഈ PhD ചെയ്യുമ്പോൾ സ്കോളർഷിപ്പ് വാങ്ങിക്കൊണ്ട് വേറെ ജോലി ചെയ്യാൻ പാടില്ല, വേറെ ഇതിലേക്ക് പോകാൻ പാടില്ല. ഫുൾ ടൈം റിസർച്ച് സ്കോളറാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് മൂവിയിലോട്ട് വരാം. അതായത് ബസൂക്ക ചെയ്ത സമയത്ത് ഗൗതം വാസുദേവ് മേനോൻ ആയിട്ടാണല്ലോ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ മൂപ്പരെന്തോ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, ജാടയാണ്, വളരെ സീരിയസ് ആണ്. ജാടയല്ല, പുള്ളി വളരെ സീരിയസ് ആണ്. പക്ഷേ ഇത്രയും സീരിയസ് ആയി പുള്ളി പോലും ചിരിച്ചു എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ. അതായത് നിങ്ങൾ ആ ടേക്ക് പോയ സമയത്ത് ചിരിച്ചു? അല്ല, പുള്ളി അങ്ങനെ ചിരിക്കുന്ന ആളല്ല, ഭയങ്കര ഗൗരവമാണ്. അപ്പോൾ ഞാൻ ആദ്യം വെച്ച് ജാടയല്ല, ശരിക്കും വളരെ സീരിയസ് ആയ ആളാണ്. പക്ഷെ പുള്ളി ആ ഷൂട്ടിനിടയ്ക്ക് എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ പുള്ളി തന്നെ ചിരിച്ചു പോയി. ഇത്രയും സീരിയസ് ആയ ആളാണ്. സംസാരിച്ചു. അങ്ങനെ വല്ല ഫ്രണ്ട്ലി ഒന്നും അല്ല. അതായത് ഇത്രയും സീരിയസ് ആയിട്ട് ആളാണ്, അങ്ങനെ ഫ്രണ്ട്ലി ഒന്നും അല്ല. മൂപ്പരുടെ മൂവിയിൽ വല്ല ചാൻസും ചോദിച്ചു? എന്നിട്ട് ചാൻസ് വല്ലതും ചോദിച്ചു? എനിക്ക് അങ്ങനെ സിനിമയിൽ അഭിനയിക്കണം വലിയ ആഗ്രഹമൊന്നുമില്ല. ഇങ്ങനെ വിളിച്ച് അഭിനയിപ്പിച്ചാണ്. ഞാൻ ബാഡ് ബോയ്സ് ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇവരെ പോലെ ഒരുപാട് പേര് നല്ല ടാലന്റഡ് ആയിട്ട് സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ട്. അവർക്കൊന്നും നല്ല ചാൻസ് കിട്ടുന്നു. എനിക്കിൽ കിട്ടാൻ കാരണം കഴിവുകൊണ്ടല്ല, പോപ്പുലാരിറ്റി കൊണ്ട് കിട്ടിയതാണ്. ശരിക്കും ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊന്നും ഇത് കിട്ടുന്നില്ല. ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്നില്ല, അത് വിശക്കുന്നവന്. വളരെയധികം ടാലന്റഡായി ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ജോർജിൽ എത്ര വർഷം ജൂനിയർ ആർട്ടിസ്റ്റ് ആയത്, വിക്രം, അങ്ങനെ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അവർക്കൊന്നും കിട്ടുന്നില്ല. ഒരു താല്പര്യമില്ലാത്തവർക്കൊക്കെയാണ് കിട്ടുന്നത്.